ഹേ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്നലെ തുടക്കം തന്നെ നമ്മളെ ശൈത്യനെ ആളുകള് നമ്മുടെ അക്ബറും അഫാനി ശരത്തും ബിന്നിയും കൂടെ ഇങ്ങനെ എടുത്തോണ്ട് വന്നിട്ട് ആ ലൈനിന്റെ കുറച്ച് പുറകിൽ വരെ വെച്ചേക്കുന്നത്. അപ്പോഴേക്കും അവള് ചാടി എഴുന്നേറ്റു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിമൊന്നും പുറത്തായില്ല. വലിയൊരു ഭാഗ്യം, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു നൈസ് ട്രൈ ആണെന്നും പറഞ്ഞിട്ട് ആരും നമ്മുടെ എടുത്തോണ്ട് പോയ ബിന്നിയാണ് അകത്ത് പോയിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കട്ടിൽ പൊക്കാൻ പറഞ്ഞത്. ആ ബിന്നി ശൈത്യം എഴുതിയതിനു ശേഷം നൈസ് ട്രൈ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കൊട്ടിയിട്ടുണ്ടായിരുന്നു. കാലക്കേടെങ്ങാനും അതാ മറ്റേ നമ്മളെ ചോന്ന വരയ്ക്ക് അപ്പുറത്തായിരുന്നുണ്ടെങ്കിൽ നൈസ് ട്രൈ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാനവാസും അനീഷും തമ്മിൽ ഇങ്ങനെ തോളത്ത് കയറ്റി അരയെ പിടിച്ചുകൊണ്ട് നടന്നിട്ട് എന്നെ വിടറാന്ന് പറഞ്ഞ് മറ്റേ അനീഷ് നമ്മുടെ ചെറിയ നാഗവല്ലനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ദേഹത്ത് തൊട്ടത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഷാനവാസിന് ദേഹത്ത് ഇങ്ങനെ പെർമിഷൻ ഇല്ലാണ്ട് തൊട്ട് ഉരുമി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുക, ഡ്രാഗ് ചെയ്യുക, ഇതിനൊക്കെ ചിലപ്പം വാർണിംഗ് കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ രേണു സുധീന്റെ സേഫ്റ്റി ടാങ്ക് വിഷയം അവിടെ മണക്കാൻ തുടങ്ങുന്നത്. നമ്മളെ അക്ബറും ഇവള് അനുവും കൂടെ ഉണ്ടാവുന്ന ആ ഒരു സംസാരത്തിന്റെ ഇടയ്ക്കാണ് ഈ ഒരു ടോപ്പിക്ക് അനു എടുത്തിടുന്നത്. കാരണം അനുവിന് നിലവിലെ സംഭാഷണത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് മാറ്റി കൊടുക്കണമായിരുന്നു. അങ്ങനെയാണ് അക്ബറിന്റെ കയ്യിലോട്ട് രേണു സുധീനെ ഏൽപ്പിക്കുന്നത്. ഒടുവിൽ രേണു എന്താക്കുന്നുണ്ട്, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, ഞാൻ എല്ലാ വിധവകളുടെയും. അപ്പം അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ വിധവാ കാർഡ് എടുക്കണ്ട്, നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ അട്ടിപ്പേർ നിങ്ങൾ ഏറ്റെടുക്കണ്ട, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെ നന്നായിട്ട് പറയുന്നുണ്ട്, കൗണ്ടർ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കൗണ്ടർ ചെയ്യാൻ കഴിവുള്ളവരാണ് അക്ബർ പറഞ്ഞ കാര്യം ശരിയാണ്. രേണുവിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രേണുവിന് വേണ്ടി സംസാരിക്കണം. അല്ലാതെ നാട്ടിലെ മുഴുവൻ വിധവകളെയും, നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും, നാട്ടിലെ മുഴുവൻ സ്ത്രീത്വത്തെയും സിംഗിൾ മദേഴ്സിനെ ഉദ്ദേശിച്ചിട്ടൊന്നല്ല അക്ബർ അത് പറഞ്ഞു. അതൊരു ഗെയിം ഷോ ആണ്. അവിടെ ഗെയിം ഷോന്റെ ഭാഗമായിട്ട് ഒരു 100 ദിവസത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഈ വക പാരകളും പണികളും ഒക്കെ തരും. പക്ഷെ 100 ദിവസത്തിന്റെ അപ്പുറത്തേക്ക് ഇതൊന്നും ഇല്ല. ഇതൊരു ഗെയിമാണ് എന്ന് ചിന്തിച്ചിട്ട് വേണം അവിടെ ഓരോ മൊമെന്റും ജീവിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മാപ്പ് തരാൻ ഒക്കത്തില്ല. ഒരു നമ്മളെ ഈ പുലിവാൽ കല്യാണത്തിൽ ഹരിശ്രീ അശോകന്റെ മരുമോൾ അമ്മയമ്മ ആ ഒരു പരിവേശത്തിലെ കളികളൊക്കെയാണ് ആ പെണ്ണുങ്ങൾ ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് അറിയില്ല. കിട്ടുന്ന കണ്ടന്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ജനങ്ങളുടെ വോട്ട് പിടിക്കാൻ നോക്കുകയല്ലാതെ അവരെ വെറുപ്പിക്കുന്ന രീതിയിലാണ് വീണ്ടും സംസാരം. സംഭവം അക്ബർ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് തെറ്റ് തന്നെയാണ്. അതിൽ ഒരുപാട് വോട്ടും കാര്യങ്ങളും സപ്പോർട്ടും കിട്ടണ്ട എന്ന് പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു പുരുഷനെയോ സ്ത്രീനെയോ അങ്ങനെ വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തെണ്ടിത്തരം ചെറ്റത്തരം തന്നെയാണ്. അത് എന്തിന്റെ പേരിലാണെങ്കിലും. പക്ഷെ അക്ബർ അവിടെ ഉമ്മ സത്യം, എന്റെ ഉമ്മ സ്ത്രീയാണ്, മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പോയി അത് ചോദിക്കുകയും ആ സമയത്ത് താൽക്കാലികമായി മാപ്പ് കൊടുക്കുകയും ചെയ്ത ഇവര് അപ്പം സ്ത്രീത്വത്തെ വീണ്ടും അപമാനിക്കില്ല. ഉമ്മാനെ പിടിച്ച ഒരാൾ സോറി പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു സബ്ജക്ട് അവിടെ എടുത്തിട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് സ്ത്രീത്വത്തിന് എന്ത് വിലയാണ് രേഷ്മാപി തങ്കച്ചൻ അവിടെ കൊടുക്കുന്നത്? അപ്പൊ ഡബിൾ സ്റ്റാൻഡ് പാടില്ല. പിന്നെ പുള്ളിക്കാരിന്റെ ഏറ്റവും വലിയൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് ഇത് മതി. ഈ ഒരു കാര്യം അവിടെ കണ്ടന്റായിട്ട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു കണ്ടന്റ് ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. ഇവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു കണ്ടന്റ് കിട്ടുക. അല്ലാണ്ട് ഇവരായിട്ട് അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ബി ഹൗസിനകത്ത് ഒരു ഷോ ക്രിയേറ്ററായി നിൽക്കുന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള ഇതുമില്ല. അവിടെ അനു പറയുന്നുണ്ട്, വിധവകളെ എടുക്കരുത്, സ്ത്രീകളെ എടുക്കരുത്, ചേച്ചിക്ക് വേണ്ടി സംസാരിക്കുക. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വിധവകൾക്കും സിംഗിൾ മദേഴ്സിനും പിന്നെ സ്ത്രീത്വത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഈ രേഷ്മാപി തങ്കച്ചൻ പുറമെ എന്താണ് ചെയ്തത്? ഒരു നാട്ടിലും ഒരു വിധവകളും നടക്കാത്ത രീതിയിൽ ആഴ്ചയിൽ കല്യാണം കഴിക്കുന്ന വീഡിയോസ്, കെട്ടിപ്പിടിക്കുന്ന വീഡിയോസ്, ലിപ്ലോക്ക് ചെയ്യുമെന്ന് പറയുന്നു, സഹായിച്ച ആൾക്കാരെ ആട്ടിത്തുപ്പുന്നു. ഇതൊക്കെ നോർമലി ഒരു സാധാരണ കുടുംബത്തിൽപ്പെടുന്ന വിധവാ സ്ത്രീകൾക്കോ സിംഗിൾ മദേഴ്സിനൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവർ നല്ല നന്ദി കാണിച്ചേനെ. കാര്യങ്ങളൊക്കെ പുറമെ ചെയ്ത ഇവരാണോ വിധവകളെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് കേൾക്കുന്ന സമയത്ത് വിധവകൾക്ക് തന്നെ നാണക്കേടാണ്. പിന്നെ അവിടെ ഉണ്ടാകുന്നത് ബാഡ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ്. നവീന് നമ്മുടെ ജിസേലിനെതിരെയാണ് ഡിബേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിസേലിന് കൊടുത്ത ടൈം 2 മിനിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു. മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്തില്ല, കുറച്ച് ഭാഗം മാത്രം പറഞ്ഞു. പക്ഷെ നവീൻ നന്നായിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ നവീൻ ആ ബാഡ്ജ് കിട്ടി. പിന്നെ ഒനിയൻ സാബു ആര്യൻ, അതിൽ ആര്യന് തന്നെ കിട്ടി. പിന്നെ ആദില, നൂറ, ശാരിക മറ്റേ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന മാതിരി വളവളെ പറഞ്ഞെങ്കിലും പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഒരു കഴമ്പൂല്ല. വെറുതെ ഒച്ച ഉയർത്തി സ്പീഡ് പറഞ്ഞു എന്നല്ലാതെ. അങ്ങനെ ആദില, നൂറയ്ക്ക് തന്നെ ആ ബാഡ്ജ് കിട്ടി. അങ്ങനെ ഡിബേറ്റ് അവിടെ അവസാനിച്ചു. പക്ഷെ ജിസേലിന് നല്ലൊരു ദേഷ്യമൊക്കെ പിടിച്ചായിരുന്നു. പിന്നെ പുള്ളിക്കാരി നല്ലപോലെ തന്നെ നവീനായിട്ട് സംസാരിച്ച് കൂട്ടുകൂടിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ബിഗ് ബോസിന്റെ റൂൾസ് തെറ്റിച്ചിട്ട് ഈ ഒരു പെട്ടി സാധനങ്ങളും വെക്കാൻ പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ഡ്രസ്സ് മാറുന്നു, മേക്കപ്പ് ചെയ്യുന്നു, എല്ലാം ചെയ്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നു. ശേഷം ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുന്നു. പിന്നെ പോയിട്ട് ബിഗ് ബോസ് കൊടുത്ത ക്ലോത്തിലോട്ട് തന്നെ മാറുന്നു. ഷാനവാസൊക്കെ ഷൂസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ബിഗ് ബോസ് ആളുകളെ പൊക്കുന്നു. ആരൊക്കെയാണ് സാധനം കൊണ്ടുവെക്കാത്ത? ബിന്നി, ഷാനവാസ്, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. ബിന്നി അത് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ കുത്തിരുന്ന് മൊത്തം എന്തൊക്കെയോ വാരി തേക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജിസയിലും. അപ്പോൾ ബിഗ് ബോസിന്റെ അകത്ത് ബിഗ് ബോസിനൊരു വില കൊടുക്കാത്ത കണ്ടസ്റ്റന്റ് ആണ് ഇപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ റൂൾസ് തെറ്റിക്കുന്നത്. വീണ്ടും ജിസയില് പിന്നെ ആ സാധനങ്ങളെല്ലാം തിരിച്ചേൽപ്പിച്ചിട്ടില്ല. 2-3 സാധനങ്ങൾ ലിപ്സ്റ്റിക് ഒക്കെ കൈ തന്നെ വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. കാരണം അനു രാത്രി ഇവർ കിടന്നുറങ്ങുമ്പോൾ മുഖത്ത് നോക്കുമ്പോൾ ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പോൾ ചോദിച്ചു, ഇതുവരെ ഇവിടെ കൊണ്ടുവച്ചില്ലേ, ലിപ്സ്റ്റിക് ഒക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്ന സമയത്ത്
ശൈത്യ ചോദിച്ച സമയത്ത് അനു പറയുന്നുണ്ട് ലിപ്സ്റ്റിക് അവരുടെ കയ്യിലുണ്ട്, അത് അവർ വെച്ചിട്ടില്ല, നമ്മൾ എന്തിനാ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ബാഡ്ജ് ഒളിപ്പിച്ച കേസായിട്ടിൽ ജിസേലും അക്ബറും കൂടെ, അക്ബറാണ് ജിസേലിന്റെ ബാഡ്ജ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനവിടെ അവർ ചെറിയൊരു വാക്ക് തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കർമ്മയാണ് കിട്ടിയത്, നിങ്ങളുടെ മറ്റേ ഗോൾഡ് മറ്റേ ഇതുണ്ടല്ലോ കല്ല്, അത് പോയത് കർമ്മ കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അക്ബറിനെ ഒന്ന് ചൊറിയുന്നുണ്ട് ജിസേല്. അതിന്റെ ഇടയ്ക്ക് ഈ അഭിലാഷ് വല്ലാതെ ഓവർ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു റോബിനൊക്കെ കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഭയങ്കര ഓവർ ബിഹേവിയർ ആണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുന്നു, ഒച്ച ഉയർത്തി സംസാരിക്കുന്നത്. അനുമോള് മോനെ എന്ന് വിളിച്ചതിനാണ് പുള്ളിക്കാർ ഇത്രയും ഇതാകുന്നത്. അവർ 100 ദിവസം അവരായി നിൽക്കുന്ന പറഞ്ഞു. അപ്പൊ അഭിലാഷ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഭാര്യയുടെ അടുത്ത് ഇതിന്റെ അപ്പുറത്തായിരിക്കുമല്ലോ. ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി എന്ന് പറയുന്ന ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ അക്ബർ നന്നായിട്ട് പ്ലേ ചെയ്തു എന്ന് മാത്രമല്ല ആ കല്ലുകൾ അയാൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളതും. നന്നായിട്ട് ഗെയിം കളിച്ചു. പിന്നെ എപ്പിസോഡിന്റെ അവസാനത്തിലോട്ട് നമ്മൾ ബിൻസിയും ഷാനവാസും തമ്മിൽ നല്ലൊരു ഉഗ്രൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഉഗ്രൻ ഫൈറ്റ് എന്ന് പറയാൻ നല്ലൊരു വാക്ക് തർക്കം ചെറിയ രീതിയിൽ. അതിൽ ബിൻസിയുടെ മുമ്പിൽ ഷാനവാസിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഷാനവാസിന്റെ പെർഫോമൻസ്. എന്നെ ഇടവെന്ന് വിളിക്കരുത് അങ്ങനെ പറഞ്ഞിട്ട് അത് മാത്രമേ അയാൾക്ക് പറയാനുള്ളൂ. അവിടെ എടോ പോടോ എന്നൊക്കെ വിളിക്കുന്നത് ഷാനവാസിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ബിൻസി അയാളുടെ അഭിപ്രായത്തെ മാനിച്ച് ഷാനവാസ് എന്ന് 2 തവണ അറിയാതെ ഇടവെന്ന് വിളിച്ചു പോകുന്നുണ്ടെങ്കിലും ഷാനവാസ് എന്ന് പറഞ്ഞ് സംസാരത്തിന്റെ ഇടയ്ക്ക് ആ ഒരു പേരിൽ തന്നെ അയാൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അയാളുടെ വഴക്കിന്റെ ഇടയ്ക്കാണെങ്കിലും അയാളുടെ എന്താണ് ആ ഒരു ഇതിനെ മാനിക്കാൻ കാണിച്ച ഒരു മനസ്സ് അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. സോ അപ്പം എന്തിനാണ് വഴക്ക് കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ഉറങ്ങിയിട്ടില്ല, കണ്ണടച്ച് അഭിനയിച്ച് കിടക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ആദ്യ ദിവസം. അപ്പം ഷാനവാസ് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഷാനവാസിന് കാവലിരുന്ന ആൾക്കാരാണ് ബിൻസി, ശൈത്യ, ജിസേൽ. അപ്പൊ ഇവരെ 3 പേരെയും പറ്റിച്ച പോലെ ആയി എന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഉറങ്ങാതെ കട്ടിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഉറക്കം ഒഴിച്ചിട്ട് നമ്മൾ ഷാനവാസിനെ നോക്കി ഇങ്ങനെ കുത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അവിടെ കിടക്കായിരുന്നു, അവർക്ക് ഉറങ്ങാമായിരുന്നു. ഇയാൾ ഉറങ്ങുന്നില്ല. പക്ഷെ അയാൾ ഉറങ്ങാതെ കണ്ണടച്ച് കിടക്കുമായിരുന്നു, ഉണർവിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അഭിനയിച്ച് കിടക്കുമായിരുന്നു പോലും. അപ്പം അത് കൂടെ ഉണ്ടായിരുന്ന 3 പേരോട് ചെയ്ത ഒരു ചതിയായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. ഷാനവാസ് അതുകൊണ്ടാണ് ഷാനവാസോട് ഒരു ചെറിയ വഴക്ക് അവിടെ അവർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോഴും ബിൻസി പറയുന്നുണ്ട് ആരും വിശ്വസിക്കേണ്ട, ചൈത്യനോട് പ്രത്യേകിച്ച് പറയുന്നുണ്ട് വിശ്വസിക്കുന്നു വേണ്ട അക്ബർ പറയുന്ന കാര്യങ്ങൾ. കാരണം അക്ബർ നമ്മുടെ ഷാനവാസിനെ കല്ല് കിട്ടിയ സമയത്ത് പുറത്തുനിന്ന് അകത്തോട്ട് കയറ്റി, പകരം നമ്മുടെ മുൻഷീനെ സ്വാപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ ഇവര് കൂട്ടുകാരാണോ, പുറമെ ഭയങ്കര കമ്പനിയാണ്, അകത്ത് വന്ന് ഡ്രാമ കളിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ നല്ല ഡൗട്ട് കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്ബർ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ആരും വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പം ബിൻസിന്റെയും ശൈത്യന്റെയും ഇടയ്ക്ക് നടന്നിട്ടുള്ളത്. അവസാനം അപ്പാനി ശരത്ത് നമ്മുടെ അക്ബറും കൂടെ രാത്രി കിടക്കാൻ നേരത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കി ഇവിടെ എന്താ പറഞ്ഞെന്നൊക്കെ തമ്പുരാനറിയാം. അപ്പൊ നമുക്ക് നാളത്തെ റിവ്യൂ കൊണ്ടുവരാം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.